ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇനി വരാൻ പോകുന്ന പ്രദോഷം, ആ പ്രദോഷം വളരെ വളരെ പ്രത്യേകതയുള്ള ഒരു പ്രദോഷമാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ നിർബന്ധമായും ഈ പ്രദോഷവ്രതം അനുഷ്ഠിക്കണം. പ്രദോഷവ്രതം നമുക്കെല്ലാവർക്കും അറിയാം, മഹാദേവനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മൾ അനുഷ്ഠിക്കുന്ന ഒരു വ്രതമാണ്. എല്ലാ മാസവും ത്രയോദശി തിഥിയിലാണ് പ്രദോഷം വരുന്നത്. ഇത്തവണ ത്രയോദശി തിഥി ആരംഭിക്കുന്നത് 2025 സെപ്റ്റംബർ മാസം 18-ാം തീയതി രാത്രി 11:24 മുതൽ സെപ്റ്റംബർ മാസം 19-ാം തീയതി രാത്രി 11:36 വരെയാണ്. സന്ധ്യാസമയത്ത് പ്രദോഷമുള്ള 2025 സെപ്റ്റംബർ മാസം 19-ാം തീയതി വെള്ളിയാഴ്ചയാണ് ഇത്തവണ പ്രദോഷമായി ആചരിക്കുന്നത്. വെള്ളിയാഴ്ച വരുന്ന പ്രദോഷത്തെ ശുക്രപ്രദോഷം എന്നാണ് വിളിക്കുന്നത്. ശുക്രഭഗവാന്റെ അനുഗ്രഹം ധാരാളമായി ലഭിക്കുന്ന, ശുക്രഗ്രഹത്തിൻ്റെ അനുഗ്രഹം ധാരാളമായി ലഭിക്കുന്ന ഒരു പ്രദോഷമാണ് ഇപ്പോൾ വരുന്നത്. അതായത് മഹാലക്ഷ്മിയുടെ സാന്നിധ്യം നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിനായിട്ട് ഈ ദിവസം വ്രതമനുഷ്ഠിക്കുന്നത് വളരെ വളരെ ശ്രേയസ്കരമാണ്. പ്രത്യേകിച്ച് വെള്ളിയാഴ്ചയും കൂടി വന്നിരിക്കുന്നു. സ്ത്രീകൾ നിർബന്ധമായും എടുക്കേണ്ടുന്ന ഒരു പ്രദോഷമാണ്. കുടുംബപരമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുന്നതിനായിട്ട് ഈ വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ വളരെ ശ്രേയസ്കരമാണ്. സാമ്പത്തികമായി അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റുന്നതിനായിട്ട് ഈ വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ വളരെ ഉത്തമമാണ്. മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ധാരാളമായി ഈ വ്രതം അനുഷ്ഠിച്ചാൽ ലഭിക്കുമെന്നും പറയുന്നുണ്ട്. ശുക്രദശയിൽ പെട്ട ആളുകൾ, ഇപ്പോൾ ശുക്രദശ അനുഭവിക്കുന്ന ആളുകൾ, അതുപോലെ ശുക്രൻ അല്പം നീചനായിരിക്കുന്ന ആളുകൾ, അതായത് ബലക്കുറവുള്ള, ജാതകത്തിൽ ബലക്കുറവുള്ള, ശുക്രൻ ബലക്കുറവായി നിൽക്കുന്ന ആളുകൾ, സാമ്പത്തികമായി പുരോഗതിയില്ലാത്ത ആളുകൾ, വീട്ടിൽ സ്വസ്ഥതയില്ലാത്ത ആളുകൾ, ഇങ്ങനെ അനുഗ്രഹം, അതായത് ഐശ്വര്യത്തിൻ്റെ കുറവ് ഉള്ള ആളുകൾ. നമ്മളെപ്പോഴും പറയില്ലേ, നമുക്ക് അല്പം ഒരു ഭാഗ്യക്കുറവുണ്ട്, ഐശ്വര്യക്കുറവുണ്ട്, അങ്ങനെ തോന്നുന്ന ആളുകൾ എല്ലാവരും തന്നെ അന്നേ ദിവസം വ്രതമെടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭയങ്കരമായ മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇനി ഈ വ്രതം, ശുക്രപ്രദോഷ വ്രതത്തെ സംബന്ധിച്ച് ഒരു കഥയുണ്ട്. ഒരിക്കൽ വളരെ പണ്ട് 3 സുഹൃത്തുക്കളുണ്ടായിരുന്നു. ഒരു വലിയ സുഹൃത്തുക്കളായിരുന്നു. അതിൽ ഒരാൾ ഒരു രാജകുമാരനായിരുന്നു. രണ്ടാമത്തെ ആൾ ഒരു മഹാബ്രാഹ്മണൻ്റെ മകനായിരുന്നു. മൂന്നാമത്തെ ആൾ ഒരു ധനികൻ്റെ മകനായിരുന്നു. ഇവർ 3 പേരും വലിയ സുഹൃത്തുക്കളായിരുന്നു. ഇതിൽ ഈ രാജകുമാരനും ഈ ബ്രാഹ്മണൻ്റെ മകനും വിവാഹിതരായിരുന്നു. ഈ ധനികൻ്റെ മകനും വിവാഹം കഴിച്ചിരുന്നു. പക്ഷേ അന്നത്തെ കാലഘട്ടത്തിലെ വിവാഹ ചടങ്ങുകളുടെ ഒരു രീതി അനുസരിച്ചിട്ട് വിവാഹം കഴിച്ച അന്ന് തന്നെ ഭാര്യയെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവരത്തില്ല. കുറച്ച് ചടങ്ങുകൾ കൂടി അവിടെ ഇനിയും ബാക്കിയുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ പെൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ വിവാഹം കഴിഞ്ഞു, ഈ പെൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. ഇതിൻ്റെ ഇടയ്ക്കുള്ള ഈ ഒരു സമയത്ത് ഇവർ 3 പേരും കൂടി ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിൽ ഈ ബ്രാഹ്മണൻ്റെ മകന് ഇങ്ങനെ പറയുകയാണ്, സ്ത്രീകളാണ് ഒരു വീടിൻ്റെ ഐശ്വര്യം, അവർ നിർബന്ധമായും നമ്മുടെ വീടുകളിൽ ഉണ്ടാകണം. സ്ത്രീകളില്ലാത്ത വീട് പിശാചുക്കളുടെ ആലയമാണ്, അവർ ലക്ഷ്മി ദേവിയാണ് സ്ത്രീകൾ, അതുകൊണ്ട് സ്ത്രീകളെ വീട്ടിൽ നിർത്തണം എന്നൊക്കെ പറഞ്ഞ് സ്ത്രീകളെ പറ്റി ഇങ്ങനെ വളരെ പുകഴ്ത്തി സംസാരിച്ചു. ഇത് ഈ ധനികൻ്റെ മകന് വളരെയധികം ഇഷ്ടമാവുകയും എന്നാൽ പിന്നെ എത്രയും പെട്ടെന്ന് തൻ്റെ ഭാര്യയെ, വിവാഹം കഴിച്ച ആ പെൺകുട്ടിയെ തൻ്റെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരണം എന്ന് തീരുമാനിക്കുകയും ചെയ്തു. ചടങ്ങുകളൊന്നും പൂർത്തിയായിട്ടില്ല, പക്ഷേ ഇങ്ങനെ അങ്ങ് തോന്നുകയാണ് ആ കുട്ടിക്ക്. അങ്ങനെ ഈ ധനികൻ്റെ മകൻ അവൻ്റെ വീട്ടിൽ വന്നിട്ട് അവൻ്റെ അമ്മയോടും അച്ഛനോടും ഈ പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് ഞാൻ പോവുകയാണ് എന്ന് പറയുന്നു. പക്ഷേ ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും പറയുന്നുണ്ട്,
ഇപ്പോൾ അതിന് സമയമായിട്ടില്ല, ഇപ്പോൾ മോശ സമയമാണ്, ഈ സമയത്ത് കൊണ്ടുവരാൻ പാടില്ല, നല്ല സമയം നോക്കി ആ ചടങ്ങ് നടത്തി വേണം കൊണ്ടുവരാനായിട്ട്, ഇപ്പോൾ കൊണ്ടുവരാൻ പാടില്ല, ഇത് ശരിയല്ല എന്ന് പറയുന്നു. പക്ഷേ ഈ കുട്ടി അതൊന്നും കേൾക്കുന്നില്ല. നേരെ ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ ചെന്നിട്ട് പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് ശ്രമിക്കുന്നു. ആ സമയത്ത് ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും പറയുന്നുണ്ട്, ഇപ്പോൾ വിടാൻ സാധ്യമല്ല, കാരണം ഇപ്പോൾ ശുക്രഗ്രഹത്തിൻ്റെ ജ്വലന സമയമാണ്, ആ സമയത്ത് മംഗളകാര്യങ്ങളൊന്നും ചെയ്തുകൂടാ എന്നാണ് വിശ്വാസം. അതനുസരിച്ചിട്ട് ഇപ്പോൾ പെൺകുട്ടിയെ കൊണ്ടുപോകരുത് എന്ന് ഈ ആൺകുട്ടിയോട് ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും പറയുന്നു. പക്ഷേ ഈ കുട്ടി ഇതൊന്നും വകവെക്കാതെ തൻ്റെ ഭാര്യയും വിളിച്ചുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങുന്നു. അങ്ങനെ ഒരു കാളവണ്ടിയിലാണ് ഇവർ പോകുന്നത്. അങ്ങനെ പോകുന്ന വഴിക്ക് ഈ കാളവണ്ടിയുടെ ചക്രം ഒടിയുകയും ഈ കാളയുടെ കാല് ഒടിഞ്ഞു പോവുകയും ചെയ്യുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും വഴിയിലാകുന്നു. ഇങ്ങനെ വണ്ടിയൊന്നും ഇല്ലാതെ നിൽക്കുന്നു. എങ്കിലും ഒരു വാശി പോലെ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് ഈ പയ്യനും ഈ പെൺകുട്ടിയും കൂടി മുമ്പോട്ട് നടക്കുന്നു. അങ്ങനെ നടന്ന് പോകുന്നതിൻ്റെ ഇടയ്ക്ക് കുറേ കൊള്ളക്കാർ അവരുടെ നേർക്ക് വരികയും ഇവരുടെ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങളും ധനവും എല്ലാം തന്നെ ആ കൊള്ളക്കാർ കവർന്നുകൊണ്ട് പോവുകയും ചെയ്യുന്നു. അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട് ഈ പയ്യനും ഈ പെൺകുട്ടിയും കൂടി കരഞ്ഞ് ഈ പയ്യൻ്റെ വീട്ടിലേക്ക് എത്തിച്ചേരുന്നു. അങ്ങനെ എത്തിച്ചേരുന്ന ആ അവസരത്തിൽ ആ വീട്ടിൽ വെച്ചിട്ട് ഈ പയ്യനെ പാമ്പ് കടിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഈ പയ്യൻ വളരെ ഗുരുതരമായ അവസ്ഥയിലായി തീർന്നു. ഒരുപാട് ചികിത്സകളൊക്കെ നോക്കി, പക്ഷേ രക്ഷപ്പെടുന്നില്ല. അങ്ങനെ ഒരു വിഷഹാരി, വീണ്ടും ഒരു പ്രശസ്തനായ വിഷഹാരി അവിടെ വരുന്നു. അദ്ദേഹം പറയുന്നു 3 ദിവസത്തിനുള്ളിൽ ഈ കുട്ടി മരിക്കുമെന്ന് പറയുന്നു. അപ്പോഴാണ് ഈ 3 കൂട്ടുകാരിൽ ഒരാൾ, ഒരു ബ്രാഹ്മണൻ്റെ മകനുണ്ടായിരുന്നല്ലോ, ആ പുള്ളി ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. ഈ ബ്രാഹ്മണൻ്റെ മകൻ അവിടെ എത്തിച്ചേരുകയും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുകയും ചെയ്യുന്നു. അങ്ങനെ ഈ കുട്ടി പറയുന്നു, എത്രയും പെട്ടെന്ന് ഈ പയ്യനെയും ഈ കുട്ടിയെയും ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കുക, അവിടെ കൊണ്ടുവന്ന് ആക്കുക. അതിനുശേഷം അവിടെ വെച്ചിട്ട് ഉടൻ തന്നെ തൊട്ടടുത്ത ദിവസം തന്നെ ശുക്രപ്രദോഷം വരുന്നുണ്ടായിരുന്നു. ഈ ശുക്രപ്രദോഷ വ്രതം അനുഷ്ഠിച്ച് മഹാദേവനെ ശക്തമായി പ്രാർത്ഥിക്കാനായിട്ട് പറയുന്നു. അങ്ങനെ അതനുസരിച്ചിട്ട് ഇവർ ഈ പയ്യനെയും ഈ സുഖമില്ലാത്ത പയ്യനെയും ഈ ഭാര്യയും ഈ പെൺകുട്ടിയെയും കൂട്ടി ഈ പെൺകുട്ടിയുടെ വീട്ടിൽ പോവുകയും അവിടെ വെച്ചിട്ട് ശുക്രപ്രദോഷ വ്രതം അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അനുഷ്ഠിച്ചതിൻ്റെ ഫലമായിട്ട് കുറേശ്ശെ ആ പയ്യൻ്റെ അസുഖം, ആ വിഷത്തിൻ്റെ ആ കാഠിന്യമൊക്കെ കുറഞ്ഞു എന്നും അങ്ങനെ ആ പയ്യൻ കാലക്രമേണ ആരോഗ്യവാനായി മാറുകയും ചെയ്തു എന്നാണ് വിശ്വസിക്കുന്നത്. അതായത് ഈ വ്രതത്തിൻ്റെ പ്രാധാന്യത്തെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. കാരണം ശുക്രൻ ജ്വലിച്ചിരിക്കുന്ന സമയത്ത്, ആ ശുക്രൻ്റെയും അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെയും ജ്വലന സമയത്ത് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നാണ് ജ്യോതിഷപരമായി പറയുന്നത്. ആ സമയത്ത് ഈ പയ്യൻ ഒരു നല്ല കാര്യമാണ് ചെയ്യാനായിട്ട് ശ്രമിച്ചത്. അതിൻ്റെ ഫലമായിട്ടാണ് ഈ ദോഷം അനുഭവിച്ചത് എന്ന് പറയുന്നു. ആ ദോഷം പോലും മാറ്റിക്കൊടുക്കാനായിട്ട് ശുക്രപ്രദോഷത്തിന് കഴിവുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. അതായത് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രവൃത്തി കൊണ്ടോ നമ്മുടെ മുൻജന്മകാലത്തെ പ്രവൃത്തി കൊണ്ടോ ഒക്കെ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുള്ള മറ്റുള്ളവരുടെ പ്രവൃത്തി കൊണ്ടോ ഒക്കെ നമുക്കെന്തെങ്കിലുമൊക്കെ ദോഷങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ ദോഷങ്ങളൊക്കെ തന്നെ മാറ്റി നമ്മുടെ വീട്ടിൽ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം കൊണ്ടുവന്ന് തരാനായിട്ട് എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും നമ്മുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവന്ന് തരുന്നതിനായിട്ട് ഈ വ്രതം പ്രത്യേകിച്ച് സ്ത്രീകൾ അനുഷ്ഠിക്കുന്നത് വളരെ വളരെ ശ്രേയസ്കരമാണ് എന്ന് പറയുന്നു. ഇതാണ് ശുക്രപ്രദോഷ വ്രതത്തിൻ്റെ കഥ. ഈ ദിവസം, അതായത് പ്രദോഷ ദിവസം 19-ാം തീയതി സന്ധ്യയ്ക്ക് 6:20 മുതൽ രാത്രി 8:42 വരെയുള്ള സമയം, ആ സമയമാണ് ഏറ്റവും ഉത്തമമായ സമയമെന്ന് പറയുന്നത്, പ്രദോഷ പൂജ സമയം. ആ സമയത്ത് ഓം നമഃശിവായ മന്ത്രം ജപിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുന്നത്, അതല്ലെങ്കിൽ മഹാദേവൻ്റെ മറ്റേതൊക്കെ നാമങ്ങൾ അറിയാമോ ആ നാമങ്ങളൊക്കെ ജപിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ശ്രേയസ്കരമാണ്. നമഃശിവായ മന്ത്രം പഞ്ചാക്ഷരി മന്ത്രമാണ് ഏറ്റവും ഉത്തമം. പഞ്ചാക്ഷരി മന്ത്രം ഈ 6:20 മുതൽ 8:42 വരെ
എത്ര സമയം ജപിക്കാൻ പറ്റുമോ അത്രയും സമയം ജപിക്കുന്നത് ഇനി വ്രതം എടുത്താലും ഇല്ലെങ്കിലും വളരെ വളരെ ശ്രേയസ്കരമാണ്. ഇനി പ്രദോഷ വ്രതത്തെ സംബന്ധിച്ചിട്ടുള്ള കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും ഞാൻ ഒന്നുകൂടി പറയാം, ആർക്കെങ്കിലും അറിയാൻ സാധിക്കുന്നില്ലെങ്കിൽ. പാലാഴി മഥന സമയത്ത് മന്ധരപർവ്വതത്തെ മത്തായും വാസുകിയെ കയറായും സ്വീകരിച്ചുകൊണ്ട് ദേവന്മാരും അസുരന്മാരും പാലാഴി കടയുകയാണ്. അങ്ങനെ കടയുന്ന സമയത്ത് മന്ധരപർവ്വതം അല്പം താഴോട്ട് ഇരുന്നു പോയ കഥയൊക്കെ നമുക്കറിയാം. ആ സമയത്താണ് ഭഗവാൻ കൂർമ്മമായി അവതരിക്കുന്നത് അല്ലേ. അതുപോലെ പൊന്മാനായും ആ സമയത്ത് ഭഗവാൻ അവതരിക്കുന്നുണ്ട്. ഇവിടെ വാസുകി ഛർദ്ദിക്കുന്നു. കാളകൂട വിഷമാണ് വാസുകി ഛർദ്ദിക്കാനായിട്ട് പോകുന്നത്. വാസുകിക്ക് ഛർദ്ദിക്കാനായിട്ട് വരികയാണ്. ആ സമയത്ത് വാസുകിയുടെ വായൊക്കെ ഇങ്ങനെ തുറന്നിട്ട് കണ്ണൊക്കെ ഇങ്ങനെ പുറത്തേക്ക് തെള്ളി. ആ സമയത്ത് തന്നെ വാസുകി ഛർദ്ദിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈരേഴ് 14 ലോകങ്ങളിലും ഉള്ള ജനങ്ങൾക്ക് ശ്വാസം മുട്ടി എന്നാണ് പറയുന്നത്. സകല ചരാചരങ്ങൾക്കും ശ്വാസം മുട്ടി എന്ന് പറയുന്നുണ്ട്. പ്രകൃതി നിശ്ചലമാകാൻ പോകുന്ന അവസ്ഥ ഉണ്ടാകുന്നു. അങ്ങനെ വരുന്ന സമയത്ത് വാസുകി ഛർദ്ദിച്ചാൽ ഈ ലോകം മുഴുവനും നശിക്കും. കാരണം അത്ര കൊടിയ വിഷമാണ് വാസുകി ഛർദ്ദിക്കാനായിട്ട് പോകുന്നത്. എന്തു ചെയ്യും? എല്ലാവരും പകച്ചു. ആ സമയത്താണ് ഈ ലോകത്തെ രക്ഷിക്കുന്നതിനായിട്ട് മഹാദേവൻ തൻ്റെ തൃക്കൈയിൽ ആ കാളകൂട വിഷം ഏറ്റുവാങ്ങുകയും ആ വിഷത്തെ തൻ്റെ ശരീരത്തിലേക്ക് സ്വീകരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയാണ് ഭഗവാന് നീലകണ്ഠൻ എന്ന പേര് ലഭിച്ചത് എന്നാണ് പറയുന്നത്. ആ വിഷം അദ്ദേഹത്തിൻ്റെ കണ്ഠത്തിൽ ഉറച്ചുപോയി എന്നും വിശ്വസിക്കുന്നു. എന്തായാലും പരമശിവൻ കൊടിയ വിഷമാണ് ഭക്ഷിച്ചിരിക്കുന്നത്. മഹാദേവന് ഒരു വലിയ ക്ഷീണമുണ്ടാകുന്നു. അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം പാർവതീദേവിയുടെ മടിയിൽ തലവെച്ചുറങ്ങി എന്നാണ് പറയുന്നത്. അങ്ങനെ അദ്ദേഹം ഭഗവതിയുടെ മടിത്തട്ടിൽ തലവെച്ച് മയങ്ങിയപ്പോൾ സകല ദേവന്മാരും അതുപോലെ ഗന്ധർവന്മാർ, യക്ഷന്മാർ, കിന്നരന്മാർ, സപ്തർഷികൾ എല്ലാവരും തന്നെ ഭഗവാന്റെ ചുറ്റിനും കൂടി നിന്ന് നമഃശിവായ മന്ത്രം, പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചുകൊണ്ടിരുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഉണർന്നെഴുന്നേറ്റു. അദ്ദേഹം ഉണർന്നെഴുന്നേറ്റത് ഒരു സന്ധ്യാസമയത്തായിരുന്നു. അത് ഒരു ത്രയോദശി തിഥിയിലെ സന്ധ്യാസമയത്തായിരുന്നു. ആ സന്ധ്യാസമയത്തിനെയാണ് പ്രദോഷം എന്ന് പറയുന്നത്. ആ സന്ധ്യാസമയത്ത് അദ്ദേഹം ഉണർന്ന് എഴുന്നേൽക്കുകയും അദ്ദേഹം ആനന്ദ നടനം ആടുകയും ചെയ്തു എന്നാണ് വിശ്വസിക്കുന്നത്. അദ്ദേഹം ഉണർന്നെഴുന്നേറ്റ് പാർവതീദേവിയെ സന്തോഷിപ്പിക്കുന്നതിനായി തിരുനടനം ചെയ്തു. അതോടുകൂടി ഭഗവതിക്ക് വലിയ സന്തോഷമായി. ഗന്ധർവന്മാർ പാട്ടുപാടി, സരസ്വതീദേവി വീണമീട്ടി, അപ്സരസുകൾ നൃത്തം ചെയ്തു. ദേവന്മാരെല്ലാവരും, ഗന്ധർവന്മാരും മുനികളും എല്ലാവരും തന്നെ മഹാദേവനെ വാഴ്ത്തി സ്തുതിച്ചു. അങ്ങനെ എല്ലാവർക്കും സന്തോഷമുള്ള ഒരു സമയമാണ് പ്രദോഷ സന്ധ്യാകാലം. ഈ പ്രദോഷ സന്ധ്യാകാലത്ത് ആര് എവിടെയിരുന്ന് നമഃശിവായ മന്ത്രം ജപിച്ചാലും അവിടെ സകല ദേവതാ സാന്നിധ്യം ഉണ്ടാകുമെന്നും ആരാണോ ജപിക്കുന്നത് അവർക്ക് സകല ദേവതകളുടെയും അനുഗ്രഹം ഉണ്ടാകും എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ അത്രത്തോളം പ്രാധാന്യവും പ്രത്യേകതയുമുള്ള ഒരു സമയമാണ് പ്രദോഷ സന്ധ്യാകാലം. അത് 6:20 മുതൽ 8:42 വരെയുള്ള സമയമാണ്. ഈ ലോകത്തിൻ്റെ ഏതു ഭാഗത്തിരുന്നാലും നിങ്ങൾ ആ സമയത്ത് പഞ്ചാക്ഷരി മന്ത്രം ജപിക്കാനായി പ്രത്യേകമായി ശ്രദ്ധിക്കുക. പ്രദോഷവ്രതം അനുഷ്ഠിച്ചാലും ഇല്ലെങ്കിലും സന്ധ്യാസമയത്തെ പ്രാർത്ഥന അങ്ങേയറ്റം ശ്രേഷ്ഠമാണ്. എങ്ങനെയാണ് പ്രദോഷവ്രതം അനുഷ്ഠിക്കേണ്ടത്? തലേദിവസം സാധാരണ എല്ലാ വ്രതങ്ങളുടെയും പോലെ ഒരിക്കലുണ്ട്. വ്രതത്തിനായി തയ്യാറെടുക്കുക. പിറ്റേ ദിവസം ശരിയായ പ്രദോഷവ്രതം അനുഷ്ഠിക്കേണ്ടുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായ ഉപവാസമാണ് സന്ധ്യ വരെ. അതായത് പകലൊന്നും തന്നെ നമ്മളൊന്നും കഴിക്കില്ല, വെള്ളം പോലും കുടിക്കില്ല. സന്ധ്യയ്ക്ക് ദീപാരാധന പ്രാർത്ഥന ചെയ്തതിനു ശേഷം നമ്മൾ ഭഗവാന്റെ അടുത്ത് കൊടുത്ത് നേദിച്ചു കിട്ടുന്ന ആ കരിക്കിൻ്റെ വെള്ളമോ പഴമോ ഒക്കെ കഴിച്ചിട്ട് നമ്മുടെ വ്രതം അവസാനിപ്പിക്കും. അതിനുശേഷം ചോറുണ്ണും. ചോറ് ഉള്ളി ചേർക്കാത്ത എന്തെങ്കിലും കൂട്ടാൻ, സാമ്പാറായിക്കോട്ടെ, മോരായിക്കോട്ടെ, ചമ്മന്തി ആയിക്കോട്ടെ, എന്തുവാണോ, ഉള്ളിയും വെളുത്തുള്ളിയും ഒന്നും ചേർക്കരുത്. അങ്ങനെ ചേർക്കാതെ ഉണ്ടാക്കുന്ന കൂട്ടാനും കൂട്ടി ചോറുണ്ണും. അങ്ങനെയാണ്
വ്രതം അവസാനിപ്പിക്കുന്നത്. മഹാക്ഷേത്രങ്ങളിൽ അന്നദാനമുണ്ട്. നമുക്കിവിടെ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രമാണുള്ളത് തിരുവനന്തപുരത്ത്. ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ പ്രദോഷം വലിയ കേമാണ്. ഓരോ പ്രാവശ്യവും പ്രദോഷത്തിന് ജനം കൂടിക്കൂടി വരുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സന്ധ്യയ്ക്ക് ദീപാരാധനയ്ക്ക് ശേഷം അന്നദാനമുണ്ട്. അതും കഴിച്ചിട്ടാണ് ആളുകൾ പോകുന്നത്. അതല്ലെങ്കിൽ അവിടെ ഉണക്കലരിച്ചോറ്, അത് നമ്മൾ നേദ്യച്ചോറ്, അതിന് നമ്മൾ കൊടുക്കാറുണ്ട്. ആ ചോറ് മേടിച്ചിട്ട് ഇപ്പുറത്തെ കൂട്ടാനും കൂട്ടി നമുക്ക് കഴിക്കാം. ഇപ്പുറത്തെ കൂട്ടാൻ കിട്ടും. അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഉള്ളി ചേർക്കാത്ത ചമ്മന്തി അരച്ച് അങ്ങനെയും കഴിക്കാം. അല്ലെങ്കിൽ അവിടെ ചോറുണ്ട്. എങ്ങനെയാണോ സാധിക്കുന്നത് അങ്ങനെ ചെയ്യുക. നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഇതുപോലുള്ള അന്നദാനമുള്ള ക്ഷേത്രങ്ങളില്ല എന്നുണ്ടെങ്കിൽ ശിവക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുക. അതല്ലെങ്കിൽ വീട്ടിലിരുന്ന് നമഃശിവായ മന്ത്രം ജപിക്കുക. അതിനുശേഷം നമ്മുടെ വീട്ടിൽ നമ്മൾ ശുദ്ധമായിട്ട് ഇച്ചിരി ചോറുണ്ടാക്കി എന്തെങ്കിലും ചമ്മന്തിയോ മോരോ ഒക്കെ കൂട്ടി കഴിക്കുക. ഇങ്ങനെയാണ് പ്രദോഷ വ്രതം അനുഷ്ഠിക്കുന്ന ശരിയായ രീതി. പകൽ മുഴുവൻ ഉപവസിക്കാൻ സാധിക്കുന്നില്ല ചിലർക്ക്. അസുഖങ്ങളുണ്ട്, മരുന്ന് കഴിക്കണം. അങ്ങനെയുള്ളവർക്ക് അരിയും ഗോതമ്പും ഒക്കെ ഒഴിവാക്കിയിട്ട് പാലും പഴങ്ങളും ഒക്കെ കഴിച്ചിട്ട് ഇരിക്കാം. എങ്ങനെയാണോ നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ട് ചെയ്യുക. എന്തായാലും ഇത്തവണത്തെ പ്രദോഷം അത് മുടക്കരുത്. വളരെ വളരെ പ്രത്യേകതയുള്ള പ്രദോഷമാണ്. ഇനി വ്രതമായി എടുക്കാൻ സാധിച്ചില്ലെങ്കിലും നോൺ വെജൊക്കെ ഒഴിവാക്കി പ്രാർത്ഥിച്ച് മഹാദേവനെ പ്രാർത്ഥിച്ചിരിക്കാനായിട്ട് പ്രത്യേകമായി ശ്രദ്ധിക്കുക. കാരണം അത്രയും പ്രാധാന്യമുള്ള ഒരു പ്രദോഷമാണ് ഇനി വരാൻ പോകുന്നത്. ശുക്രപ്രദോഷമാണ്. സകലവിധ ഐശ്വര്യങ്ങളും കൊണ്ടുതരുന്ന പ്രദോഷമാണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.